നമസ്കാരം, എല്ലാവർക്കും MyPlus ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. മൈസെൽഫ് രഹന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ UGC നെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അടുത്ത പാർട്ട് 2 10 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി 10 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻസിഡൻസ് റിലേറ്റഡ് ടു സിനോ ഇന്ത്യ റിലേഷൻസ് ക്രോണോളജിക്കലി. അപ്പോൾ ഒരു 5 സംഭവങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു ഓപ്ഷൻസിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ ചൈന ഇന്ത്യ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട 5 സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 സംഭവങ്ങളെയും 5 ഇൻസിഡൻസിനെയും നമ്മൾ ക്രോണോളജിക്കലി അടയാളപ്പെടുത്തണം. സോ നമുക്കൊന്ന് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ചൈനീസ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ, ആദ്യത്തെ ചൈന ഇന്ത്യ വാറിനെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ദെൻ വുഹാൻ സ്പിരിറ്റ്, അതൊരു ഡിപ്ലോമാറ്റിക് ടോക്ക് ആണ്. ഗൽവാൻ വാലി ഇൻസിഡന്റ്, അതൊരു എസ്കലേഷൻ, ബോർഡർ എസ്കലേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ബോർഡർ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ചെന്നൈ കണക്ട്, അത് പിന്നെ ഒരു ഡിപ്ലോമാറ്റിക് തോട്ടാണ്. നാദൂല സ്ക്രിമിഷസ്, അത് നാദൂല പാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിട്ടുള്ള ഒരു ബോർഡർ മിലിറ്ററി എസ്കലേഷനെ കുറിച്ചിട്ടുള്ള ഒരു എസ്കലേഷൻ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. സോ ഇതിൽ 2 ഡിപ്ലോമാറ്റിക് ടോക്സും പിന്നീട് മിലിറ്ററി എസ്കലേഷൻസിനെ കുറിച്ചിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. സംഭവം നമ്മൾ ഇതിൻ്റെ ഒരു ക്രോണോളജിക്കലി നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യണം. സോ എന്താണ് അതിൻ്റെ ആൻസർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ചൈനീസ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ തന്നെ ആയിരിക്കും. 1962 അത് സംഭവിക്കുന്നത്. പിന്നീട് വരുന്നത് നാദൂല സ്ക്രിമിഷസ് ആണ് 1967. ഇത് രണ്ടുമാണ് ഏകദേശം എന്താ പറയുക, തുടക്കത്തിൽ സംഭവിക്കുന്ന 60s സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് വന്നിട്ടുള്ള 3 കാര്യങ്ങൾ, വുഹാൻ സ്പിരിറ്റും ചെന്നൈ കണക്റ്റും ഗൽവാൻ വാലി ഇൻസിഡൻറ്റും ഒക്കെ വളരെ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കും ആൻസറിലേക്കും പോകാം. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ആദ്യം നടന്നിട്ടുള്ളത് ചൈനീസ് ഇൻവേഷനും പിന്നീട് നാദുല സ്ക്രിമിഷസും ആണ്. ദെൻ ബി വുഹാൻ സ്പിരിറ്റിലേക്കും പിന്നീട് ചെന്നൈ കണക്റ്റിലേക്കും അവസാനമായിട്ട് നടക്കുന്നത് ഗൽവാൻ വാലി ഇൻസിഡൻറ്റും ആണ്. നമുക്കിതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പോൾ ചൈനീസ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ നടക്കുന്നത് 1962 ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ചൈന ഇന്ത്യ വാറിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് ജവഹർലാൽ നെഹ്റുവും ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. സോ ആ സമയത്ത് ഇന്ത്യ ചൈന ബോർഡറിൽ ആവശ്യത്തിനുള്ള സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഒരുപാട് ക്രിറ്റിസിസം ജവഹർലാൽ നെഹ്റുവിന് എതിരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നടക്കുന്ന സംഭവം നാദൂല സ്ക്രിമിഷസ് ആണ് 1967. അതൊരു മിലിറ്ററി ക്ലാഷ് ആണ്. ഓക്കെ, സോ 1962 വാറിന് ശേഷം കുറച്ചും കൂടെ ഒരു വാറിലേക്ക് പോകും എന്നുള്ള രീതിയിലേക്കൊക്കെ തോന്നിപ്പിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു നാദൂല പാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അന്നൊരു വാറൊന്നും സംഭവിച്ചിട്ടില്ല. സോ ഈ 2 കാര്യങ്ങളുമാണ് ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കുമ്പോൾ 1960s സംഭവിക്കുന്ന 2 കാര്യങ്ങൾ. ബാക്കിയുള്ള 3 കാര്യങ്ങൾ വളരെ റീസെൻ്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. സോ ഇത് ഓർത്ത് വെക്കാനുള്ള ഈസി മെത്തേഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ചൈന റിലേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് പഞ്ചശീലാണ്. അതായത് 2 കൺട്രീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാവണം എന്നതിനെ കുറിച്ചിട്ടുള്ള 5 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഈ പഞ്ചശീൽ എന്ന് പറയുന്നത്. സോ അന്നത്തെ ചൈനീസ് പ്രീമിയർ ആയിരുന്ന ചൗവൻലായും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും കൂടെ സൈൻ ചെയ്തിട്ടുള്ളതാണ്. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് പോലെയുള്ള 5 പ്രിൻസിപ്പിൾസ് ആണ്. സോ ഈ പഞ്ചശീലിന് ശേഷം ഇന്ത്യ ചൈന റിലേഷൻസിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ചൈനീസ് ഇൻവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ സോ അതായിരിക്കും ആദ്യം എപ്പോഴും നടന്നിട്ടുണ്ടാവുക. ക്രോണോളജിക്കലി ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കഥ പോലെ അത് ഓർത്തു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ചൈനീസ് ഇൻവേഷൻ നടന്നു. പിന്നീട് നാദൂല പാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബോർഡർ ക്ലാഷ് ഉണ്ടായി. ബോർഡർ ക്ലാഷുകളാണ് ഇന്ത്യ ചൈന റിലേഷൻസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വുഹാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ചൈനയിലെ പ്ലേസ് ആണ് വുഹാൻ. സോ അവിടെ വെച്ച് നടന്നിട്ടുള്ള ചൈനീസ് PM ആയിട്ടുള്ള ഷീ ജിൻപിങ്ങും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയും തമ്മിൽ നടന്നിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടോക്കിനെയാണ് വുഹാൻ സ്പിരിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2018 നടക്കുന്നത്. അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു റൗണ്ട് എന്ന നിലയിൽ ഇത്തരം ഡിപ്ലോമാറ്റിക് ടോക്കുകളുടെ രണ്ടാമത്തെ ഒരു റൗണ്ട് എന്ന നിലയിൽ ചെന്നൈയിൽ വെച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ നടന്നിട്ടുള്ള ടോക്കുകളെയാണ് ചെന്നൈ കണക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ വുഹാൻ സ്പിരിറ്റിന് ശേഷമാണ് ചെന്നൈ കണക്ട് നടന്നിട്ടുള്ളത് 2019. ദെൻ ലേറ്റസ്റ്റ് ആയിട്ട് ഗൽവാൻ വാലിയിൽ ഒരു ലഡാക്കിലെ ഒരു പ്രദേശമാണ്. സോ അവിടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബോർഡർ ക്ലാഷ് സംഭവിക്കുന്നുണ്ട് ചൈനയും ഇന്ത്യയും തമ്മിൽ. അതാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നടന്നിട്ടുള്ള സംഭവം 2020 നടന്നിട്ടുള്ളത്. സോ ക്രോണോളജിക്കലി കാര്യങ്ങളെ ഓർത്തു വെക്കാൻ വേണ്ടി കഥ പോലെ ഈ ഇൻസിഡൻസിനെയൊക്കെ ഓർത്തു വെക്കുക. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്.
രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ടേബിൾസിൽ കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ മാച്ച് ചെയ്യിക്കണം. അപ്പോൾ ഒന്നാമത്തെ ടേബിളിൽ ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ചുള്ള കുറച്ച് ഫീച്ചേഴ്സ്, ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് എന്താ പറയുക ഇൻഫർമേഷൻസ് ആണ്. രണ്ടാമത്തെ ടേബിളിൽ നോക്കുമ്പോൾ നീതി ആയോഗ് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി 3 പേര് പ്രധാനപ്പെട്ട എന്താ പറയുക പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഒക്കെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായി പഠിച്ചിട്ടുള്ള 3 പേരാണ്. KC വെയർ, ഗ്രാൻവിലെ ഓസ്റ്റിൻ, മോറിസ് ജോൺസൺ. സോ ഇവരൊക്കെ എങ്ങനെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആണ്, അല്ലെങ്കിൽ ഇവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ടേബിൾ എയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് ഓരോ കൺസെപ്റ്റുകളും എന്താണെന്ന് പഠിക്കാം. ഇതാര് എപ്പോൾ എന്താ പറയുക വിശേഷിപ്പിച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. A3, B4, C1, D2. അതായത് കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഗ്രാൻവിലെ ഓസ്റ്റിൻ, ബാർഗൈനിങ് ഫെഡറലിസം മോറിസ് ജോൺസൺ, കോമ്പറ്റേറ്റീവ് ഫെഡറലിസം നീതി ആയോഗ്, ക്വാസി ഫെഡറൽ സിസ്റ്റം KC വെയർ. ഇങ്ങനെയാണ് വരുന്നത്. സോ നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. കോപ്പറേറ്റീവ് ഫെഡറലിസം, ഈ ഒരു വിശേഷണം ഇന്ത്യൻ ഫെഡറലിസത്തിന് കൊടുത്തിട്ടുള്ളത് ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. ഗ്രാൻവിലെ ഓസ്റ്റിൻ എന്തുകൊണ്ടാണ് അതിനെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിളിച്ചിട്ടുള്ളത്? അതായത് ഇന്ത്യൻ ഫെഡറൽ ഫീച്ചറിൽ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ്സും ഒരുമിച്ച് കോപ്പറേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഗ്രാൻവിലെ ഓസ്റ്റിൻ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ബാർഗെയിനിങ് ഫെഡറലിസം. ബാർഗൈനിങ് ഫെഡറലിസം എന്തിനാണ് വിളിക്കുന്നത്? അതായത് പവർ ഷെയറിങ്ങിന്റെ പേരിലും റിസോഴ്സ് ഷെയറിങ്ങിന്റെ പേരിലും ഫംഗ്ഷൻസിന്റെ പേരിലും സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ ധാരാളം നെഗോഷിയേഷൻസും ബാർഗെയിനിങ്ങും നടക്കാറുണ്ട്. കാരണം ചില സമയത്ത് ഇവർ തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാറുണ്ട്. അതായത് ചില സമയത്ത് ഇപ്പം നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എങ്ങനെയാണ് പവറുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ലിസ്റ്റുകളായിട്ടാണ്. ഒരു സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ തന്നെ കൺകറന്റ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റിനും സെൻട്രലിനും ഒരുപോലെ ഇനീഷ്യേറ്റീവ് എടുക്കാവുന്ന ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റുന്ന മാറ്റേഴ്സ് ആണ് ഈ കൺകറന്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും പവർ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാറുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ. സോ ഇത്തരത്തിലുള്ള പവർ ബാർഗെയിനിങ്ങും നെഗോസിയേഷൻസും നടക്കാറുള്ളത് കൊണ്ടാണ് മോറിസ് ജോൺസൺ ഇന്ത്യൻ ഫെഡറലിസത്തെ ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഈ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് അല്ലാതെ ചിലപ്പം വൺ വേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അതായത് ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് ഇന്ത്യൻ ഫെഡറലിസത്തെ വിശേഷിപ്പിച്ച തിങ്കർ താഴെ പറയുന്നവരിൽ ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. സോ ഈ കൺസെപ്റ്റ് എന്താണ്, ഈ കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബാർഗെയിനിങ് ഫെഡറലിസം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്, ആരാണ് വിശേഷിപ്പിച്ചത്, ഓക്കെ. ആ രീതിയിൽ വേണം ഇത്തരം കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി. കോമ്പറ്റേറ്റീവ് ഫെഡറലിസം എന്താണ്? കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ഓക്കെ, ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് നീതി ആയോഗുമായിട്ടാണ്. അപ്പോൾ സോ നീതി ആയോഗ് എന്താണ്? 2015ലാണ് നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് മുന്നോട്ട് വരുന്നത്, അല്ലേ? ഡെവലപ്മെന്റ്, പ്ലാനിങ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്, ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ് നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇത് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ആവുന്നത്? അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത്തരം ഫണ്ടുകൾ ആർക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റുകൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്, അല്ലേ? പ്ലാനിങ്ങിന്റെ പേരിൽ. നീതി ആയോഗ് ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ സ്റ്റേറ്റുകൾക്ക് ഇത്തരം ഫണ്ടുകൾ ആവശ്യമാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇപ്പോൾ ഇന്ത്യയിൽ 26-27 സ്റ്റേറ്റുകളുണ്ട്. സോ ഈ സ്റ്റേറ്റുകൾ എല്ലാവരും അവരുടെ ഡെവലപ്മെന്റൽ പ്ലാനിങ്ങിനെ കുറിച്ചും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചും അവർക്ക് വേണ്ട ഫണ്ടിനെ കുറിച്ചും ഒക്കെ സെൻട്രലിന്റെ മുമ്പിൽ ആവശ്യപ്പെടുകയും സെൻട്രൽ അവർക്ക് ഇത്തരം ഫണ്ടുകൾ അനുവദിക്കുകയും ചെയ്യണം. സോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ കൂടെയാണ് ഇന്ത്യൻ ഫെഡറലിസം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമ്പറ്റേറ്റീവ് ഫെഡറലിസം, അതായത് സ്റ്റേറ്റുകൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്ത് സെൻട്രലിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സും ഗവേണൻസും ഒക്കെ ഓക്കെ സോ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഗവേണൻസ് പരസ്പരം ഇംപ്രൂവ് ചെയ്യാനും അവർ കോമ്പീറ്റ് ചെയ്തിട്ട് ശ്രമിക്കുന്നു. ഇതുകൊണ്ടാണ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ടേം വരുന്നത്. ഇതിന്റെ എക്സാമ്പിളായിട്ട് നീതി ആയോഗിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം നീതി ആയോഗാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഘടകമാണ് അക്കോർഡിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ. ദെൻ ക്വാസി ഫെഡറൽ എന്ന് ഇന്ത്യൻ ഫെഡറലിസത്തെ വിശേഷിപ്പിക്കുന്നത് KC വെയർ ആണ്. KC വെയർ എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ക്വാസി ഫെഡറൽ എന്ന് വിളിക്കുന്നത് ഇന്ത്യയുടെ ഫെഡറലിസത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫീച്ചർ ഉണ്ട്. അതായത്
സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് കൂടിയിട്ടുള്ള ഒരു ഫെഡറലിസം ആണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ഫെഡറലിസത്തിൽ ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്, ഓഫ്കോഴ്സ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അവർ തമ്മിൽ പവർ ഷെയറിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റും കൂടെ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് ഫെഡറൽ സിസ്റ്റത്തിലേക്ക് പോയിട്ടില്ല, എന്നാൽ പിന്നെ അത്യാവശ്യം ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട് താനും. അതുകൊണ്ടാണ് അതിനെ ക്വാസി ഫെഡറൽ സിസ്റ്റം എന്ന് KC വേറെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പൊ കംപ്ലീറ്റ് ഫെഡറൽ സിസ്റ്റം നിലവിലുള്ള രാജ്യങ്ങളുടെ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കംപ്ലീറ്റ്ലി ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഓക്കെ, ബട്ട് ഇന്ത്യൻ ഫെഡറലിസത്തിലേക്ക് വരുമ്പോഴേക്കും ശക്തമായിട്ടുള്ള ഒരു യൂണിയൻ ഗവൺമെന്റ് ഉള്ള ഒരു ഫെഡറലിസം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ക്വാസി ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെടാം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ യൂണിറ്ററി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് എന്തുകൊണ്ട് പറയുന്നു, അതിനുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഗവർണറുടെ അപ്പോയിന്റ്മെന്റ്, എന്തിനാണ് ഒരു ഗവർണർ? സ്റ്റേറ്റുകളുടെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ ശക്തമായിട്ടുള്ള ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ട് എന്നതിന്റെ റിഫ്ലക്ഷൻ ആണ്. പിന്നെ കൺകറന്റ് ലിസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഇനീഷ്യേറ്റീവ് എടുക്കാമെങ്കിൽ പോലും ഒരു ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കിട്ടുന്നത്? സെൻട്രൽ ഗവൺമെന്റിനാണ് മുൻതൂക്കം കിട്ടുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള യൂണിയൻ ഗവൺമെന്റോട് കൂടിയിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റം ആണ് ഇവിടെ നിലനിൽക്കുന്നത്, ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്വാസി ഫെഡറൽ സിസ്റ്റം എന്ന് KC വെയർ വിശേഷിപ്പിക്കുന്നത്. സോ ഓരോരുത്തരും എന്തിനു വിശേഷിപ്പിച്ചു, എന്താണ് ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആരാണ് ഇത് വിശേഷിപ്പിച്ചത്, ഈ രീതിയിൽ വേണം ഇതുപോലുള്ള കൺസെപ്റ്റുകൾ പഠിക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, അതായത് MPM-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് മാനേജ്മെന്റിന്റെ മൊഡ്യൂളിലാണ് ഈ ഒരു പോർഷൻ കവർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ABCD, അതായത് 4 പ്രധാനപ്പെട്ട ന്യൂ പബ്ലിക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ തിങ്കേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തെ ടേബിളിൽ അവർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഈ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ അവരെന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്, ഏതൊരു ഏരിയയെക്കുറിച്ചാണ് അവർ എഴുതിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാവുന്നുണ്ട് പുസ്തകങ്ങളുടെ പേരിൽ തന്നെ. സോ നമുക്കിത് ആര് എഴുതിയതാണ്, ഇവരുടെ ഇമ്പോർട്ടൻസ് എന്താണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്നൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, അതായത് മാനേജ്മെന്റ്, സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇഫക്റ്റീവ്നെസ്, എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ. ഇഫക്റ്റീവ്നെസ്സും അവരുടെ എഫിഷ്യൻസിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ബിസിനസ് മേഖലകളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, മെത്തേഡ്സ്, അവരുടെ ഒരു അപ്രോച്ച് ഒക്കെ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്ന്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സർവീസ് ഡെലിവറിയെ ഇഫക്റ്റീവ് ആക്കുന്ന സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആക്കുന്ന ഒരു തോട്ടിനെയാണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് മേഖലകളിൽ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്സിനെ നമ്മൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സർവീസ് ഡെലിവറിയും അവരുടെ വർക്കിങ്ങും അവരുടെ ഡേ ടു ഡേ വർക്കിങ്ങും ഒക്കെ ഇംപ്രൂവ് ആക്കി എഫിഷ്യൻ്റ് ആക്കുന്നതിനെയാണ്, ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു തിങ്കിങ്ങിനെയാണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1991 ഈ MPM എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങുന്നത്. ക്രിസ്റ്റഫർ ഹുഡ്, നിങ്ങൾക്ക് അതിൽ B ഓപ്ഷനായിട്ട് അദ്ദേഹത്തിന്റെ പേര് കാണാൻ പറ്റും. ക്രിസ്റ്റഫർ ഹുഡ് ആണ് ആദ്യമായി ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന വാക്ക് കോട്ട് ചെയ്യുന്നത്. ഓക്കെ, 1991. സോ ഇതിന്റെ ഓപ്ഷൻ നമുക്ക് നോക്കാം. A4B3C2D1. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോൾ സ്റ്റീഫൻ B ഓപ്സ്ബോൺ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം പബ്ലിക് മാനേജ്മെന്റ് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്. ഇതാണ് അദ്ദേഹം ഇതിൽ പബ്ലിക് മാനേജ്മെന്റിനെ ക്രിട്ടിക്കലി ഇൻഫ്ലുവൻസ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാണ്. ക്രിസ്റ്റഫർ ഹുഡ് വളരെ പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ്. ന്യൂ പബ്ലിക് മാനേജ്മെന്റിന് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കോട്ട് ചെയ്യുന്ന അദ്ദേഹമാണ് 1991. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദി ആർട്ട് ഓഫ് സ്റ്റേറ്റ്. Okay, the culture and rhetoric of public management. Then Jan Eric Lane, New Public Management and Introduction. വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂ പബ്ലിക് മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കൈൻഡ് ഓഫ് പുസ്തകം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ജാൻ എറിക് ലെയിൻ്റെ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. മൈക്കേൽ ബാർസലിയുടെ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് ഇംപ്രൂവിംഗ് റിസർച്ച് ആൻഡ് പോളിസി എന്ന് പറയുന്ന പുസ്തകവും. സോ ഇതാണ് പ്രധാനപ്പെട്ട തിങ്കറും അവർ എഴുതിയിട്ടുള്ള പുസ്തകവും. സോ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വ്യക്തമായി പഠിക്കണം. പിന്നെ ആ വാക്ക് കോയിൻ ചെയ്ത് ആരാണെന്ന് പഠിക്കണം. പിന്നെ അവർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളും.
ഇത്രയാണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റിന്റെ ഏരിയയിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ ആൻസേഴ്സും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യയുടെ ഇ ഗവേണൻസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് എ റോബസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആൻഡ് ഇഫക്റ്റീവ് സപ്പോർട്ട് ഫോർ ഇ ഗവേണൻസ് ഇൻ ഇന്ത്യ? സോ അതിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ വളരെ കൺഫ്യൂസിങ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ആ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി ഓർഗനൈസേഷൻ, ഇലക്ട്രോണിക് സേവ, ഇ ഗവൺമെൻറ് ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് വലിയ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഈ കൺഫ്യൂഷൻ വെച്ച് ഇ ഗവേണൻസ് ഇന്ത്യ ഒക്കെ നമ്മൾ ചൂസ് ചെയ്ത് പോകും. പക്ഷേ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യണം. ദ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ, അതായത് NIC എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ ആണ് ഈ ഇന്ത്യയുടെ ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ. ഓക്കെ, ഈ NIC ഇതിന്റെ ഉത്തരവും NIC ആണ്. NIC സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ. അതിനെ ഇന്ത്യനൈസ് ചെയ്തിരിക്കുന്ന അതിന്റെ പേരെന്ന് പറയുന്നത് രാഷ്ട്രീയ സൂചനാ വിജ്ഞാൻ കേന്ദ്ര എന്നുള്ളതാണ്. അതിന്റെ ഹിന്ദി നെയിമും പഠിച്ചിരിക്കണം, കാരണം അതും ക്വസ്റ്റ്യനിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ NIC ആണ് അതിന്റെ ഷോർട്ട് ഫോം, രാഷ്ട്രീയ സൂചനാ വിജ്ഞാൻ കേന്ദ്ര. ഓക്കെ, ഇത് ഫൗണ്ട് ചെയ്യുന്നത് 1976 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. സോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഓൾ ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒക്കെ NIC ആണ്. ഓക്കെ, അപ്പോൾ ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വെബ്സൈറ്റ് മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് വെബ്സൈറ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ. ഏത് സമയത്താണ് അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? 76 ദെൻ ന്യൂഡൽഹി ബേസ് ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രീയ സൂചനാ വിജ്ഞാൻ കേന്ദ്ര, പേരുകളും ഓർത്ത് വെക്കണം. സോ ഇത്രയാണ് NICയെ കുറിച്ചിട്ട് വളരെ ഷോർട്ടായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഈ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ. ഓക്കെ, അതാണ് ഓർത്ത് വെക്കേണ്ടത്. നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അത് കുറച്ചും കൂടി ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും ഉത്തരങ്ങൾ തെറ്റാനുള്ള ചാൻസും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിൽ ഒരു ഷോർട്ട് മെത്തേഡ് ഉണ്ട്, വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ഞാൻ ഡിസ്കസ് ചെയ്യാം. Who observed that intellectuals are the dominant group deputies exercising the subaltern functions of social hegemony and political government? So ഇതിലൊരു കീവേഡ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കീവേഡ്സ് ഉണ്ടോ, ആ കീവേഡ്സ് ഓപ്ഷൻസിൽ ആരുമായിട്ടെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് അഥവാ ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ പഠിക്കാത്തൊരു ഭാഗത്ത് നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കീവേഡ്സ് ഉണ്ടോ, ആ കീവേഡ്സ് ഓപ്ഷനിലുള്ള ഏതെങ്കിലും തിങ്കറുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ഈ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഇതിലുള്ള ഒരു കീവേഡ് എന്ന് പറയുന്നത് ഹെജിമണിയാണ് അല്ലേ? ഹെജിമണിയാണ് ഒരു കീവേഡായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഹെജിമണി എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. സോ ഈ ഹെജിമണി ആരെങ്കിലും ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മാവോ സേതുങ്, അന്റോണിയോ ഗ്രാംഷി, കാൾ മാർക്സ്, ഫ്രാൻസ് ഫാനൻ, ഇതിൽ ആരുമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഹെജിമണി എന്ന് പറയുന്ന ടേം കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഗ്രാംഷി ആയിട്ടാണ് അല്ലേ? അന്റോണിയോ ഗ്രാംഷിയാണ് ഹെജിമണി എന്ന് പറയുന്ന പോയിന്റുമായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, കാരണം അദ്ദേഹമാണ് കൂടുതൽ ഹെജിമണിയെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. അല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഗ്രാംഷിയാണ്. ഗ്രാംഷി എന്താണ് ഇന്റലക്ച്വൽസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത്. അന്റോണിയോ ഗ്രാംഷി ഒരു ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ഫിലോസഫർ ആണ്. അദ്ദേഹം പ്രധാനമായിട്ടും നോട്ട് ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഹെജിമണി എന്ന് പറയുന്ന കൺസെപ്റ്റ് വികസിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹം ക്ലാസിക്കൽ മാർക്സിസം പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സ്വന്തമായിട്ട് കുറച്ച് ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് തിങ്കറാണ് ഗ്രാംഷി. ഓക്കെ, ഗ്രാംഷി പറയുന്നത് നമ്മുടെ ക്ലാസിക്കൽ മാർക്സിസ്റ്റ് തിയറികൾ പറയുന്നത് അനുസരിച്ച് ഇക്കണോമിക് ഹെജിമണി അല്ലെങ്കിൽ ഇക്കണോമിക് ആധിപത്യം ഉള്ളത് കൊണ്ടാണ് ഈ ബൂർഷ്വാ ക്ലാസ്സുകൾ പ്രോലിറ്റേറിയൻ ക്ലാസ്സുകളുടെ മുകളിലുള്ള ആധിപത്യം കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് ഒരു ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്രാംഷി പറയുന്നത് പലപ്പോഴും അങ്ങനെയല്ല. ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഹെജിമണി കൊണ്ട് മാത്രമല്ല, നേരെ മറിച്ച് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഹെജിമണി കൊണ്ടും കൂടെയാണ് ഈ ബൂർഷ്വാ ക്ലാസ്സുകൾ പ്രോലിറ്റേറിയൻ ക്ലാസ്സുകളുടെ മുകളിൽ ഉള്ള എന്താ പറയുക ഇൻഫ്ലുവൻസ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് അവരുടെ ഇക്കണോമിക്കൽ ആയിട്ടുള്ള, അതായത് ലാൻഡുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഓൺ ചെയ്യുന്നതിലൂടെ മാത്രമല്ല, നേരെ മറിച്ച് അവരുടെ ഒരു ഐഡിയോളജിക്കൽ കൾച്ചറൽ കൺട്രോൾ കൂടെ ഈ ഒരു ലോവർ ക്ലാസിൻ്റെ മുകളിൽ എപ്പോഴും അപ്പർ ക്ലാസ്സുകൾക്ക് ഉണ്ടാവും എന്നാണ് ഗ്രാംഷി ഹെജിമണിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഓക്കെ,
സോ അതിലെവിടെയാണ് ഇന്റലക്ച്വൽസ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്റലക്ച്വൽസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അതായത് ഓരോ ക്ലാസ്സുകൾക്കും, പ്രധാനമായിട്ടും അപ്പർ ക്ലാസ്സുകൾക്ക് അതായത് ബൂർഷ്വാ ക്ലാസ്സുകൾക്ക് അവരുടെ ഇടയിൽ നിന്നുള്ള ഇന്റലക്ച്വൽസ് ഉണ്ടാവും. ഈ ഇന്റലക്ച്വൽസ് ആണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത്തരം കൾച്ചറൽ ഐഡിയോളജിക്കൽ ഹെജിമണി അല്ലെങ്കിൽ കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ബിലീഫ്സിനെയും ഇവരുടെ വാല്യൂ സിസ്റ്റത്തെയും സൊസൈറ്റിയിലേക്ക് കൊടുക്കും. എന്നിട്ട് അതാണ് ഏറ്റവും ഗുഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസും മൂല്യങ്ങളും ബിലീഫും എന്ന് ഈ ലോവർ ക്ലാസ്സുകളെയും സമൂഹത്തെ മുഴുവൻ പഠിപ്പിക്കും. അങ്ങനെ അവരൊരു ഹെജിമണി ക്രിയേറ്റ് ചെയ്യും, ഒരു ഐഡിയോളജിക്കൽ ഹെജിമണി. ഓക്കെ, അങ്ങനെ അവർ ചില ക്ലാസ്സുകളെ ഇത്തരം ഹെജിമണി ഉപയോഗിച്ച് സൊസൈറ്റിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്ത് പുറത്തേക്ക് നിർത്തും. കാരണം ഞങ്ങൾ പറയുന്ന വാല്യൂസും ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂസും ബിലീഫ്സും ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. സോ അതിൽ പെടാത്ത ചില ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു ലോവർ ക്ലാസ്സിൽ പെടുന്ന ആൾക്കാരെ സൊസൈറ്റിയിൽ നിന്നും പുറത്തേക്ക് നിൽക്കും. അങ്ങനെ അവരെ സബാൾട്ടേൺസ് ആക്കി മാറ്റി അവരെ പുറത്തേക്ക് നിർത്തും എന്നാണ് ഗ്രാംഷി അഭിപ്രായപ്പെടുന്നത്. സോ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി, ഈ ഒരു ഐഡിയോളജിക്കൽ ഹെജിമണിയെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓർഗാനിക് ഇന്റലക്ച്വൽസ് ഉണ്ടാവണം. ഈ ഓർഗാനിക് ഇന്റലക്ച്വൽസ് എന്ന് പറയുന്നത് സോഷ്യൽ ക്ലാസ്സുകളിൽ നിന്നുള്ള ഇന്റലക്ച്വൽസ് തന്നെയാണ്. പക്ഷേ എങ്ങനെയുള്ള സോഷ്യൽ ക്ലാസ്സുകളിൽ നിന്നും? ഓൾറെഡി ഒരുപാട് ഇന്റലക്ച്വൽസ് ഉള്ള അപ്പർ ക്ലാസ്സുകളെ പ്രതിനിധീകരിക്കുന്നവരല്ല, നേരെ മറിച്ച് ഹിസ്റ്റോറിക്കലി ഇന്റലക്ച്വൽസ് ഇല്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കലോ അല്ലെങ്കിൽ ബിലീഫ്സോ ഒന്നും റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില ക്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ, വളരെ അണ്ടർ റെപ്രസെന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ലോവർ ആയിട്ടുള്ള ക്ലാസ്സുകൾ. ഇവരിൽ നിന്നുമൊക്കെ ഇന്റലക്ച്വൽസ് ഉണ്ടാവണം. ഇവര് സൊസൈറ്റിയുമായിട്ട് സംവദിക്കും. ഇവർ നിലവിലുള്ള ബിലീഫ് സിസ്റ്റത്തെക്കുറിച്ചും വാല്യൂ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അവയുടെ പോരായ്മകളെ കുറിച്ചിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ സൊസൈറ്റിയോട് സംവദിക്കുകയും അങ്ങനെ പുതിയ വാല്യൂ സിസ്റ്റംസും വാല്യൂ സിസ്റ്റംസും ബിലീഫ്സും ഒക്കെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ സൊസൈറ്റിയിൽ നിന്നും ഇത്തരത്തിലുള്ള അപ്പർ ക്ലാസ്സുകളുടെ ഐഡിയോളജിക്കൽ ഹെജിമണിയെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഗ്രാംഷി വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഇന്റലക്ച്വൽസ് എന്ന് പറയുന്നതും ഓർഗാനിക് ഇന്റലക്ച്വൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളും ഒക്കെ കൊണ്ടുവരുന്നത്. സോ ഇത്തരത്തിലുള്ള ഓർഗാനിക് ഇന്റലക്ച്വൽസ് സൊസൈറ്റിക്ക് കോമൺ സെൻസ് കൊണ്ടുവരും. സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള വാല്യൂസിനെയും ബിലീഫ്സിനെയും ഒക്കെ ഇവർ ചോദ്യം ചെയ്യും. അങ്ങനെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ ഇക്കണോമിക്കൽ ആയിട്ടുള്ള ആധിപത്യം മാത്രമല്ല, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഹെജിമണിയെയും കൂടി നമ്മൾ ഓപ്പോസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഗ്രാംഷിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഹെജിമണി എന്ന് കാണുമ്പോഴും ഐഡിയോളജിക്കൽ ഹെജിമണി, ഓർഗാനിക് ഇന്റലക്ച്വൽസ്, സബാൾട്ടേൺ ഫങ്ഷൻസ്, ഇതുപോലത്തെ കൺസെപ്റ്റുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഗ്രാംഷിയെ കൂടെ ഒന്ന് ഓർമ്മിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അങ്ങനെ കണക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ കൺസർവേറ്റിവിസത്തെ കുറിച്ചാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് കൺസർവേറ്റിവിസം? ഒരു 5 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കൺസർവേറ്റിവിസവുമായിട്ട് കണക്ട് ചെയ്യുന്നത്, കൺസർവേറ്റിവിസത്തെ കറക്റ്റ് ആയിട്ട് പോർട്രേ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് വായിക്കാം. കൺസർവേറ്റിവിസം പോസ്റ്റുലേറ്റ്സ് കളക്റ്റീവ് ലീഡർഷിപ്പ് പ്രൊമോട്ട്സ് ട്രീറ്റീസ് ടു അച്ചീവ് പീസ് ആൻഡ് ഓർഡർ. കളക്റ്റീവ് ലീഡർഷിപ്പിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നു എന്നാണ് എയുടെ സ്റ്റേറ്റ്മെന്റ്. അത് കൺസർവേറ്റിവിസമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് അങ്ങനെയല്ല. കൺസർവേറ്റിവിസം കുറച്ചും കൂടെ സിംഗിൾ ലീഡർഷിപ്പിനെയും കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തോട്ടാണ്. എസ്പെഷ്യലി മൊണാർക്കി സിസ്റ്റത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തോട്ടാണ് കൺസർവേറ്റിവിസം. സോ എ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ബി സ്റ്റേറ്റ്മെന്റ് നോക്കാം. കൺസർവേറ്റിവിസം sympathizes with free market ideology, greater emphasis on nationalism and the authority of the state. നാഷണലിസത്തിനും അതോറിറ്റി ഓഫ് സ്റ്റേറ്റിനും കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ശരിയാണ്. കൺസർവേറ്റിവിസം നാഷണലിസത്തെയും സ്റ്റേറ്റിന്റെ അതോറിറ്റിക്കും ഒരുപാട് എംഫസൈസ് കൊടുക്കുന്ന ഒരു തോട്ടാണ്. A disposition or an attitude of mind placing their faith in pragmatism, tradition and history. Of course, conservatism pragmatismത്തിനും ട്രഡീഷനും ഹിസ്റ്ററിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തോട്ടാണ്. സി സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ വായിച്ചതിൽ എ ഇൻകറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, സി സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഡി സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ പ്രൊവൈഡ്സ് എ മോഡൽ ഫോർ ചേഞ്ച്, ഇംപ്രൂവ്സ് ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ഹാപ്പിനെസ് ഓഫ് മാസസ്. ഒരിക്കലുമല്ല. പ്രൊവൈഡ്സ് മോഡൽ ഫോർ ചേഞ്ച്, ഇംപ്രൂവ്സ് ഫ്രീഡം ഓഫ് തോട്ട്, ഒരിക്കലും ഇല്ല. ഒരു മാസസിന്റെ ഹാപ്പിനെസ് അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ കൺസർവേറ്റിവിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസിൽ ഇല്ല. ഡി സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഈ കൺസർവേറ്റീവ്സ് ബിലീവ്സ് ഇൻ ഇക്വാലിറ്റി ആൻഡ് ദേ വർക്ക് ടുവേർഡ്സ് റെഡ്യൂസിങ് വേരിയസ് കൈൻഡ് ഓഫ് ഇൻഇക്വാലിറ്റീസ്. ഇല്ല, അവർ ഇൻഇക്വാലിറ്റീസിനെ ഒന്നും അതുപോലുള്ള റാഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൺസർവേറ്റിവിസം സംസാരിക്കുന്നില്ല. ഒപ്പം തന്നെ അവർ സോഷ്യൽ ഹൈറാർക്കീസിനെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്ന ഒരു തോട്ടാണ്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ വായിച്ചതിൽ
എ ഇൻകറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്, ഡി ഇൻകറക്റ്റ് ആണ്, ഇ ഇൻകറക്റ്റ് ആണ്. സോ ബിയും സിയും മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ബിയും സിയും. സോ അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് അതിന്റെ കൂടെ തന്നെ, ഈ ക്വസ്റ്റിന്റെ കൂടെ തന്നെ കൺസർവേറ്റീവിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. 6 പ്രിൻസിപ്പിൾസ് ആണ് കാര്യമായിട്ട് കൺസർവേറ്റീവിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. 1. Tradition and stability. Prioritizes continuity of institutions and social order. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ആയിട്ട് വരുന്നത് കൺസർവേറ്റീവിസത്തിന്റെ. കൺസർവേറ്റീവിസത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു എന്താ പറയുക, പഴയ രീതിയിൽ ജീവിക്കാൻ പറയുന്നവരാണ്, അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ. ആ രീതിയിലല്ല കൺസർവേറ്റീവിസത്തെ മനസ്സിലാക്കേണ്ടത്. കൺസർവേറ്റീവിസം പറയുന്ന ഐഡിയക്ക് വളരെ അധികം ബേസ് ഉണ്ട്. അതായത് ബേസിക് ആയിട്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹിസ്റ്റോറിക്കലി കണ്ടിന്യൂ ചെയ്തു വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ ഗവേണൻസ് ആവാം, നമ്മുടെ മാരേജ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്തും ആവാം. നമ്മൾ ട്രഡീഷണലി കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഈ മെത്തേഡ്, ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്തു പോവുക. ഇതിൽ ഈ കണ്ടിന്യൂറ്റിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് മാറ്റണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അവിടെ സ്റ്റെബിലിറ്റിക്ക് ഇഷ്യൂ വരുന്നത്. സോ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോവുക. അതെന്തുകൊണ്ടാണെന്ന് ഫോളോയിങ് പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് നമ്മൾ ട്രഡീഷണലി ഫോളോ ചെയ്തു വരുന്ന പൊളിറ്റിക്കൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സോഷ്യൽ ഓർഡറിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടും എന്നാണ് കൺസർവേറ്റീവിസത്തിന്റെ ഫസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, പ്രാഗ്മാറ്റിസം. പ്രാഗ്മാറ്റിസം പ്രിഫേഴ്സ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ബേസ്ഡ് സൊല്യൂഷൻസ് ഓവർ അബ്സ്ട്രാക്ട് ഐഡിയോളജീസ്. അതായത് ഈ കൺസർവേറ്റീവിസം പ്രാഗ്മാറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണലായി നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഇവയൊക്കെ കാലങ്ങളിൽ, എല്ലാ കാലങ്ങളിലും ചലഞ്ചസ് ഉണ്ടാവും അല്ലേ, എല്ലാ കാലങ്ങളിലും ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യും, എല്ലാ കാലങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാവും. സോ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ നിലനിന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള എല്ലാ ചലഞ്ചസിനെയും ഓവർകം ചെയ്തിട്ടാണല്ലോ. സോ അങ്ങനെ അവർ എല്ലാ ചലഞ്ചസിനെയും ഓവർകം ചെയ്ത് ഇന്നത്തെ കാലം വരെ ഈ ഒരു സിസ്റ്റം കൊണ്ടുപോയി നിലനിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ സിസ്റ്റം ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് കൺസർവേറ്റീവിസം ബിലീവ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അവർ പറയുന്നത്, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്തു വരുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്രയും കാലം നിലനിന്നതിന് അർത്ഥം എന്താണ്, അവർ ഇത്രയും കാലം ഉണ്ടായിരുന്ന ചലഞ്ചസിനെ ഒക്കെ ഓവർകം ചെയ്തിട്ടാണ് സർവൈവ് ചെയ്തത് അല്ലേ. അങ്ങനെ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്താണ്, അവർ ബെസ്റ്റാണ്. സോ ഇത്തരം ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ എന്തിനാണ് ചലഞ്ച് ചെയ്യുന്നത്, അവർക്ക് ഓൾറെഡി സൊല്യൂഷൻസ് ഉണ്ട്, അവർ ഓൾറെഡി ചലഞ്ചസ് ഓവർകം ചെയ്തിട്ടുള്ളതാണ്. ഇത് വേണ്ടാന്ന് വെച്ച് നമ്മൾ പുതിയ എന്തിനെങ്കിലും കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യുമ്പോഴാണ് അവിടെ ചലഞ്ചസ് ഉണ്ടാകുകയും ഇതിനെ പുതിയ കാര്യങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതാവുകയും പുതിയ കാര്യങ്ങൾ ഇല്ലാതായി പോകുന്നതും അങ്ങനെ സിസ്റ്റം കൊളാപ്സ് ആയി പോകുന്നതും. സോ കൺസർവേറ്റീവിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് നമ്മൾ നിലനിന്ന് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂ ചെയ്യുക. ഫോർ എക്സാമ്പിൾ മൊണാർക്കി എടുക്കുക, മൊണാർക്കി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. കാരണം മൊണാർക്കി ഇത്രയും കാലം 10-70 കൊല്ലം സർവൈവ് ചെയ്തല്ലോ. അപ്പോൾ അതിനർത്ഥം മൊണാർക്കി ഔട്ട് ഓഫ് എവറി അതർ കൈൻഡ് ഓഫ് ഗവേണൻസ് മൊണാർക്കി ബെസ്റ്റ് ആണ്. അതുകൊണ്ടാണ് മൊണാർക്കി ഇത്രയും കാലം സർവൈവ് ചെയ്യുന്നത് ലോകത്ത്. സോ മൊണാർക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. മൊണാർക്കി മാറ്റി അവിടെ നമ്മൾ ഡെമോക്രസി കൊണ്ടുവരുമ്പോഴാണ് സഡൻ ചേഞ്ചസ് അല്ലെങ്കിൽ സഡൻ ചലഞ്ചസ് ഉൾക്കൊള്ളാൻ പറ്റാതെ ആ സിസ്റ്റങ്ങൾ കൊളാപ്സ് ആയി പോകുന്നത്. ഇങ്ങനെയാണ് കൺസർവേറ്റീവ്സുകൾ വിശ്വസിക്കുന്നത്. മൂന്നാമത്തെ കൺസെപ്റ്റ് ഫ്രീ മാർക്കറ്റ് ആൻഡ് സ്റ്റേറ്റ് അതോറിറ്റി. ഫ്രീ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, വളരെ മൈന്യൂട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, സ്റ്റേറ്റിന്റെ പരമാധികാരത്തെയാണ് ആര് സപ്പോർട്ട് ചെയ്യുന്നത്, കൺസർവേറ്റീവിസം സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഗ്രാജുവൽ ചേഞ്ച്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മൊണാർക്കി കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു രാജ്യത്ത് പെട്ടെന്ന് ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതുപോലുള്ള ചേഞ്ചസിനെ കൺസർവേറ്റീവിസം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഈ മൊണാർക്കിയിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാലോ. അത്തരത്തിലുള്ള സ്ലോ ചേഞ്ചസിനെ കൺസർവേറ്റീവിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്ലോ ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ വളരെ സ്ലോ ആയിട്ടുള്ള ചേഞ്ചസുകൾ ഉണ്ടാവാം. റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെ കൺസർവേറ്റീവിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നാഷണലിസത്തിനും നാഷണൽ യൂണിറ്റി, കൾച്ചറൽ ഹെറിറ്റേജ് പോലെയുള്ള കൺസെപ്റ്റുകൾക്ക് കൺസർവേറ്റീവിസ്റ്റുകൾ ഒരുപാട് സപ്പോർട്ട് അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ദെൻ അവർ സോഷ്യൽ ഹൈറാർക്കീസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യർ തമ്മിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്.
അപ്പം അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത്തരം സിസ്റ്റങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇതൊക്കെ സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇത്തരം പ്രിൻസിപ്പിൾസ് ആണ് കൺസർവേറ്റിവിസം എന്ന് പറയുന്ന ഐഡിയോളജിയെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ട് പറയാനുള്ളത്. സോ കൺസർവേറ്റിവിസം എന്താണ്, കൺസർവേറ്റിവിസം എന്തൊക്കെ പോയിന്റ്സ് ആണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, ബ്രിട്ടനിലൊക്കെയാണ് ഈ കൺസർവേറ്റീവ്സ് ഐഡിയോളജികളൊക്കെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ളത്. അവിടെ ഒരു പാർട്ടി ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, പഠിക്കുക എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ ഓഫ് ദി ലോസ് ഓഫ് ഡയലക്റ്റിക്സ് ഇൻ സോഷ്യൽ ലൈഫ് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ മെറ്റീരിയലിസം, ഇക്കണോമിക് മെറ്റീരിയലിസം, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, കൾച്ചറൽ മെറ്റീരിയലിസം. സോ ഡയലക്റ്റിക്സ്, ലോസ് ഓഫ് ഡയലക്റ്റിക്സ്, നമ്മൾ ഹെഗൽ എന്താ പറയുക, ഹെഗലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഈ ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു നിലനിൽക്കുന്ന ഒരു ഐഡിയ, തീസിസ് ഉണ്ടാവും. ആ ഐഡിയക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടാവും, ആന്റി തീസിസ്, എല്ലാ കാലഘട്ടങ്ങളിലും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കോൺട്രഡിക്ഷനിൽ നിന്നും പുതിയൊരു ഐഡിയ ഉണ്ടാവും, സിന്തസിസ്. ഇതുപോലുള്ള കൺസെപ്റ്റുകളാണ് ഈ ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നീട് ഇത് മാർക്സ്, എംഗൽസും ഒക്കെ ഇൻസ്പയർഡ് ആവുകയും അവർ ഈ ഡയലക്റ്റിക്സ് ഉപയോഗിച്ച് ഹിസ്റ്ററിയെ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റിനെയാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ലോസ് ഓഫ് ഡയലക്റ്റിക്സ് ഉപയോഗിച്ച് സോഷ്യൽ ലൈഫിനെയൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്, അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചിന് എന്താണ് പേരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതിൽ നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആണ് ഇതിൻ്റെ ആൻസർ. ഇത് മാർക്സിസത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതായത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഉപയോഗിച്ച് ഹിസ്റ്ററിയെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മാർക്സ്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് കുറച്ച് വിശദമായിട്ട് പഠിക്കാം. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, dialectics, a philosophical method of understanding change through contradictions. Okay, so it is applied to history through historical materialism, which explains how societies evolved based on material conditions and class struggles. So മാർക്സും എംഗൽസും ആണ് ഡയലക്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഹിസ്റ്ററിയെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ പറയുവാണെങ്കിൽ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ മാർക്സും എംഗൽസും പറയുന്നത് ഹിസ്റ്ററി 4 ഘട്ടങ്ങളായിട്ടാണ് ഡെവലപ്ഡ് ആയിട്ടുള്ളത്. സ്ലേവറി, പിന്നീട് ഫ്യൂഡലിസം, പിന്നീട് ക്യാപിറ്റലിസം, ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സോഷ്യലിസം. ഓക്കെ, ഈ 4 സ്റ്റേജുകളും കൂടിയിട്ടാണ് ഹിസ്റ്ററി ഡെവലപ്ഡ് ആയിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് ഹിസ്റ്ററി മാറുന്നത്? ഇവിടെയാണ് അവർ ഡയലക്റ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഒരു സ്റ്റേജിൽ അതിൻ്റെ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവും. ആ ഇന്റേണൽ കോൺട്രഡിക്ഷൻസിൽ നിന്നും പുതിയൊരു സ്റ്റേജിലേക്ക് പോകും. ഓക്കെ, ഇവർ പറഞ്ഞിട്ടുള്ള 3 റീസൺസ് ആണ്. ഒന്നാമത്തേത് കോൺട്രഡിക്ഷൻസ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ. ഒരു ഹിസ്റ്ററിയിൽ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ റീസൺ ക്ലാസ് സ്ട്രഗിൾ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ 4 ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ 4 ഘട്ടങ്ങളിലും ഡിഫറെൻറ്റ് ക്ലാസസ് ഉണ്ട്. ഇപ്പം സ്ലേവറിയിൽ സ്ലേവ്സ് ഉണ്ട്. സ്ലേവ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ട്? സ്ലേവ്സിൻ്റെ ഓണേഴ്സ് ഉണ്ട്. ഈ സ്ലേവ്സും ഓണേഴ്സും തമ്മിലുള്ള കോൺട്രഡിക്ഷനിൽ നിന്നും സ്ലേവറിയിൽ നിന്നും ഫ്യൂഡലിസത്തിലേക്ക് മാറുന്നു. ഫ്യൂഡലിസത്തിലേക്ക് വരുമ്പോൾ ഫ്യൂഡൽ ലോർഡ്സും ഉണ്ട്, പെസൻസും ഉണ്ട്. ഇവർ രണ്ടുപേരുള്ള കോൺട്രഡിക്ഷനിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്ക് പോകുന്നു. ബൂർഷ്വാ, പ്രോലിറ്റേറിയൻസ്, ഇവർ തമ്മിലുള്ള കോൺട്രഡിക്ഷനിൽ നിന്നും സോഷ്യലിസത്തിലേക്ക് പോകുന്നു. ഓക്കെ, സോ ഇതാണ് ഈ ക്ലാസ് സ്ട്രഗിൾ. ഈ 2 ക്ലാസ്സുകളും തമ്മിൽ ഒരു അപ്പർ ക്ലാസ്സും ഒരു ലോവർ ക്ലാസ്സും ആയിരിക്കും അല്ലേ. സ്ലേവ്സും ഓണേഴ്സും, ഈ ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും, ഇവർ തമ്മിലുള്ള സ്ട്രഗിളിനെയാണ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. സോ ഹിസ്റ്ററിയുടെ ഓരോ ഘട്ടങ്ങളിലും ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ടാവും, ഇവർ തമ്മിൽ സ്ട്രഗിൾ ഉണ്ടാവും. അങ്ങനെ ആ ഇന്റേണൽ കോൺട്രഡിക്ഷന്റെ ഭാഗമായിട്ട് ഹിസ്റ്ററി ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് ഡെവലപ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഡയലക്റ്റിക്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദെൻ വേറെ എന്തൊക്കെ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് ആണ് ഉണ്ടാവുക? സോഷ്യൽ ഡെവലപ്മെന്റ്സിന്റെ കാര്യത്തിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവാം. ആദ്യത്തെ കാര്യം ക്ലാസ് ആണ്, ക്ലാസ് സ്ട്രഗിൾസ് ആണ്. രണ്ടാമത്തത് ഇക്കണോമിക് ആയിട്ട്, ഇതെല്ലാം ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. ഇക്കണോമിക് സ്ട്രഗിൾസ് ഉണ്ടാവാം. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ നടക്കുമല്ലോ. അത് ഈ ഫ്യൂഡലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്ക് മാറാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഫ്യൂഡലിസത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴേക്കാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫ്യൂഡൽ ലോർഡ്സും പെസൻസുമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ് പെട്ടെന്ന് മെഷീൻസും ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്മെന്റ്സും സിറ്റീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. റൂറൽ ആയിട്ടുള്ള പ്രദേശങ്ങൾ മുഴുവൻ സിറ്റീസ് ആവുന്നു അല്ലെ, പെസൻസ് മാറി ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആവുന്നു. സോ അങ്ങനെയാണ് ആ സിസ്റ്റത്തിൽ ആ ഫ്യൂഡലിസം എന്ന് പറയുന്ന സിസ്റ്റം ക്യാപിറ്റലിസം ആയിട്ട് മാറുന്നത്. ഓക്കെ,
പിന്നെ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ സോഷ്യൽ ഹിസ്റ്ററിയിൽ ഡെവലപ്മെന്റ്സ് ഘട്ടങ്ങളിൽ നിന്ന് ഘട്ടങ്ങളിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലതൊക്കെ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നുണ്ട്. ചില വാല്യൂസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും കണ്ടിന്യൂ ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഫ്യൂഡലിസത്തിൽ നിന്നും, അതായത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഹിസ്റ്ററിയുടെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. സ്ലേവറിയിൽ ഉണ്ടായിട്ടുണ്ട്, ഫ്യൂഡലിസത്തിൽ ഉണ്ടായിട്ടുണ്ട്, ക്യാപിറ്റലിസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്ലേവറിയുടെ പീരീഡിൽ സ്ലേവ്സ് ആയിരുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. സാധനങ്ങൾ മാറി, പക്ഷെ കൺസെപ്റ്റ് റിമൈൻ സെയിം. ഫ്യൂഡലിസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ലാൻഡ് ആയിരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ ലാൻഡുകൾ മാറി ക്യാപിറ്റലിസത്തിലേക്ക് വരുമ്പോൾ ഇൻഡസ്ട്രീസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ നിന്നു. അപ്പോൾ ഇത്തരം വാല്യൂസ് കണ്ടിന്യൂ ചെയ്തു, പക്ഷെ ഘട്ടങ്ങൾ മാറി, രീതികൾ മാറി, അതിലുള്ള മെറ്റീരിയൽസ് മാറി. ഓക്കെ, ഇത്തരത്തിൽ ഹിസ്റ്ററിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഡയലക്റ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഹിസ്റ്ററിക്കൽ എക്സ്പ്ലനേഷനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അതായത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഉപയോഗിച്ച് സോഷ്യൽ ലൈഫിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഹിസ്റ്ററിയുടെ വിവിധ ഡെവലപ്മെന്റ്സിനെ, വിവിധ സ്റ്റേജസിലുള്ള ഡെവലപ്മെന്റ്സിനെയും കൂടെ മാർക്സും എംഗൽസും മാർക്സിസത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയലക്റ്റിക്സ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയലക്റ്റിക്സ് പോലുള്ള ഒരു കാര്യങ്ങൾ കാണുകയാണെങ്കിൽ, ഡയലക്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ പ്രധാനപ്പെട്ട 3 ആൾക്കാർ, ഡയലക്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 ആൾക്കാർ, ഒന്ന് ഹെഗലാണ്. ഹെഗൽ ഡയലക്റ്റിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. ഹെഗലിന്റെ കൺസെപ്റ്റ് ആണ് ഡയലക്റ്റിക്സ്. തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ്. അദ്ദേഹത്തിന്റെ ഡയലക്റ്റിക്സിനെ ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നീട് ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ മാർക്സും എംഗൽസും ആണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഓക്കെ, പിന്നീട് ഈ ഡയലക്റ്റിക്സിനെ ഉപയോഗിച്ച് ഹിസ്റ്ററിയെയും സോഷ്യൽ ലൈഫിനെയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ഓക്കെ, അപ്പോൾ സ്ലേവറി, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, ഇത്തരത്തിൽ ഹിസ്റ്ററിയുടെ ഡെവലപ്മെന്റ്സിനെയൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം മാർക്സിന്റെയും എംഗൽസിന്റെയും കൺസെപ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ അവർ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഹെഗലിന്റെ ഡയലക്റ്റിക്സിൽ നിന്നുമാണ്. ഓക്കെ, സോ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോവിങ് ആണ്. 1ാമത്തെ ടേബിളിൽ പാർട്ടികളുടെ പേരും 2ാമത്തെ ടേബിളിൽ അത് നിലവിലുള്ള രാജ്യങ്ങളുടെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പരസ്പരം കണക്ട് ചെയ്യണം. സോ ആദ്യത്തെ ലേബർ പാർട്ടിയാണ്. ലേബർ പാർട്ടി ബ്രിട്ടനിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കയിലെ പാർട്ടിയാണ്. അമേരിക്കയിൽ ബൈ പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. സോ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ. സോ ഇത്തരത്തിലുള്ള ബേസിക് ഇൻഫർമേഷൻസ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ബ്രിട്ടനിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിയാണ്. പിന്നെ അവിടെ ഗ്രീൻ പാർട്ടി പോലുള്ള മൾട്ടി പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ. സോ ഇസ്ലാമിക് സാൽവേഷൻ ഫ്രണ്ട്, അത് അൾജീരിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. പിന്നെ അവാമി ലീഗ് ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. ബംഗ്ലാദേശിലെ മറ്റ് ജമാഅത്ത് ഇസ്ലാമി പാർട്ടിയുണ്ട്. അങ്ങനത്തെ കുറച്ച് പാർട്ടികളുടെ പേരൊക്കെ ഓർത്ത് വെക്കണം. അവാമി ലീഗ് ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ പാർട്ടിയാണ്. സോ റൂളിംഗ് പാർട്ടി ആയിരുന്നു ബംഗ്ലാദേശിലെ. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. A3 B4 വരുന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 1ാമത്തെ ഓപ്ഷൻ, 4ാമത്തെ ഓപ്ഷനും A3യും B4ഉം ആണ്. പിന്നീട് C2 ആണ്. C2 4th ഓപ്ഷൻ ആണ് വരുന്നത്. C2 D1. ഓക്കെ, സോ 4ാമത്തെ ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. A3 B4 C2 D1. ഓക്കെ, സോ പ്രധാനപ്പെട്ട ചില പാർട്ടികളുടെ പേരും അത് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ പേരും ഓർത്ത് വെക്കണം. എല്ലാം ഒന്നും പഠിക്കണ്ട, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാർട്ടികളും, ഇപ്പോൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളുടെ പാർട്ടികളെങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ നെയ്ബേഴ്സ്, പാകിസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട പാർട്ടി, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, അതൊക്കെ ചോദ്യങ്ങൾ വരാം. നെയ്ബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ന്യൂ പ്രൊവിഷൻസ് അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, 2019 പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ വരുന്നത്. സോ അതിലുള്ള ബേസിക് ന്യൂ പ്രൊവിഷൻസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടില്ല എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ചോദ്യം വായിക്കുമ്പോൾ ടഫ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എളുപ്പത്തിൽ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ എ നോക്കാം. സ്ട്രിക്റ്റ് നോംസ് ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്സ്.
അത് ഇൻക്ലൂഡഡ് ആണ്. അതായത് അഡ്വർടൈസ്മെന്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ പുതിയ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആണ്. ഇൻക്ലൂഷൻ ഓഫ് കൊമേഴ്സ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്സ് അതായത് ഇപ്പം ഓൺലൈൻ ഒരുപാട് വ്യാപാരങ്ങൾ നടക്കാറുണ്ടല്ലോ. പണ്ടത്തെ പോലെ കടയിൽ നമ്മൾ നേരിട്ട് പോയിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള ട്രേഡിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകൾ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലൂടെയൊക്കെ വിൽപ്പനകളും കാര്യങ്ങളും നടക്കാറുണ്ട്. അതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ത്രൂ മീഡിയേഷൻ. ശരിയാണ്. ലാസ്റ്റ് ഓപ്ഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പവർ ഓഫ് കൺസ്യൂമർ ടു കംപ്ലെയിൻ ഹാവ് ബീൻ റെസ്ട്രിക്റ്റഡ്. കൺസ്യൂമർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള പവേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ട് ചെയ്യുമോ? ആ ആക്ടിന്റെ പേര് തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊട്ടക്ഷൻ ആക്ട് എപ്പോഴെങ്കിലും കൺസ്യൂമർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള പവറിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? സോ ട്രിക്കി ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ നമ്മൾ കോമൺ സെൻസ് ആയിട്ട് ആലോചിക്കണം. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കുമ്പോൾ അത് ടഫായിട്ടൊക്കെ തോന്നും, പക്ഷേ നമ്മൾ ഓപ്ഷൻസിലേക്ക് പോകുന്തോറും അവിടെ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് അറിയാം, പവേഴ്സ് ഓഫ് കൺസ്യൂമർ ടു കംപ്ലൈൻ ഹാവ് ബീൻ റെസ്ട്രിക്റ്റഡ്. ഇങ്ങനെ ഒരിക്കലും ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ വരില്ല അല്ലേ? ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യില്ല, കൂടുതൽ പവേഴ്സ് കൊടുക്കത്തേ ഉള്ളൂ. സോ ഈ ഓപ്ഷൻ ഇതിനകത്ത് വരില്ല. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാണ്. സോ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു കാര്യം മനസ്സിൽ വെക്കണം. ഒരിക്കലും ആൻസറിൽ വരില്ല. നമ്മൾ കറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, കറക്റ്റ് പ്രൊവിഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഓപ്ഷൻ വരില്ല എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഓപ്ഷൻ വരുന്ന ഓരോന്നും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതായത് ഒന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, പിന്നെ വരുന്നത് 2ഉം 3ഉം ആണ്. അപ്പോൾ എയും ബിയും സിയും ഡിയും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷനും നമ്മൾ കട്ട് ചെയ്യാണ്. സോ മൂന്നാമത്തെ ഓപ്ഷനാണ് റൈറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ആൻസർ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെയും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തേത് സ്ട്രിക്ട് നോംസ് ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെലിബ്രിറ്റീസും ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളും ഒക്കെ എല്ലാ പ്രൊഡക്ട്സും കയറി അങ്ങ് പ്രൊമോട്ട് ചെയ്യാറുണ്ട് അല്ലേ? സോ അതുപോലെയുള്ള കാര്യങ്ങൾ അഡ്വർടൈസ്മെന്റിന്റെ ഒക്കെ ഭാഗമാകുമ്പോൾ അവർ കുറച്ചും കൂടെ സൂക്ഷിക്കണം. കാരണം പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ അനുസരിച്ച് അവരും ലയബിളും ഫൈൻ അടക്കാൻ ഫൈൻ അടക്കേണ്ടവരുമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. അവരുടെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ബെനിഫിറ്റ്സിലോ ഒന്നും അവർക്ക് കള്ളം പറയാനും പറ്റില്ല. പറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പുറത്തേക്ക് അഡ്വർടൈസ് ചെയ്യാനും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ലയബിൾ ആണ് എന്നുള്ള പുതിയതായിട്ടുള്ള പ്രൊവിഷന് ഇതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. പുതിയൊരു അതോറിറ്റിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ്സ് എ റെഗുലേറ്ററി ബോഡി ടു എൻഫോഴ്സ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ടു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, മിസ്ലീഡിംഗ് ആഡ്സ് ആൻഡ് ഡിഫക്റ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഒരു റെഗുലേറ്ററി ബോഡി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കൺസ്യൂമർ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. It has the power to initiate class action lawsuits for the protection of consumer rights, conduct investigations into violation of consumer laws, order product recalls and impose penalties on violators. Penalty impose ചെയ്യാനുള്ള പവർ ഒക്കെ ഇവർക്കുണ്ട്. Central Consumer Protection Authority, so CCPA, according to Consumer Protection Act of 2019 പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. സോ തേർഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഓഫ് കൊമേഴ്സ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ്. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരാത്ത കാര്യങ്ങളായിരുന്നു കൊമേഴ്സും ഡയറക്റ്റ് സെല്ലിങ്ങും ഇൻസ്റ്റാഗ്രാം പേജുകൾ പോലെയുള്ള അല്ലെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള വിൽപ്പനകൾ, ഇൻസ്റ്റാഗ്രാം സൈറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019 പ്രകാരം ഈ ആക്ടിന്റെ കീഴിൽ വന്നിട്ടുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ കൊമേഴ്സിനെയൊക്കെ കംപ്ലീറ്റ്ലി ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, e-commerce platforms and direct selling businesses are now explicitly covered under the Act. ഏത് ആക്ട് ആണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019. Online retailers must ensure transparent return and refund policies. Refund പോളിസീസും റിട്ടേണും ഓപ്ഷനും ഉണ്ടായിരിക്കണം. അതായത് ഇവർ ഉദ്ദേശിക്കുന്ന ഓൺലൈൻ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നവർ ആരൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇൻസ്റ്റാഗ്രാമാണ് കൂടുതലായിട്ടും ഇത്തരം ബിസിനസ്സുകളിലേക്കുള്ളത്. അതായത് ഇപ്പം നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചത് റീറ്റെയിൽ ചെയ്യുക,
ഓക്കെ, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കൂടുതലായിട്ട് അത് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള റീഫണ്ട് പോളിസീസും കൃത്യമായിട്ടുള്ള റിട്ടേൺ പോളിസീസും വേണം. ചിലതിനൊന്നും നമുക്കറിയാം റീഫണ്ട് കിട്ടിയില്ല അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നില്ല പോലെയുള്ള കംപ്ലയിൻറ്റ്സ്, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കൺസ്യൂമർ ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് നോ അൺഫെയർ കോൺട്രാക്ട്സ്, അതായത് കോൺട്രാക്ട്സ് അധികം പാടില്ല, അവരുടെ ഡാറ്റ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം, അവരുടെ ഡാറ്റ പുറത്തു കൊടുക്കാനോ അവർക്ക് മനഹാനി സംഭവിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാനോ പാടില്ല. ഡിസ്പ്ലേ ഓഫ് സെല്ലേഴ്സ് ഡീറ്റെയിൽസ്, ഗ്രീവൻസസ് ഓഫീസേഴ്സ് ആൻഡ് കസ്റ്റമർ റിഡ്രസൽ മെക്കാനിസം, കൃത്യമായിട്ടും സെല്ലറുടെ ഡീറ്റെയിൽസും കസ്റ്റമർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രീവൻസസ് സെല്ലും ഒക്കെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കണം, കൃത്യമായിട്ട് റെക്കോർഡിക്കലി അത് സൂക്ഷിക്കണം. ഓക്കെ, ഇതൊക്കെ ഈ ആക്ട്സ് മുഖാന്തരം കൊണ്ടുവന്നിട്ടുള്ള പുതിയ പ്രൊവിഷൻസ് ആണ്. പിന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, ഹോൾഡിംഗ് പ്ലാറ്റ്ഫോംസ്, പ്രൊഡക്റ്റിൻ്റെ ഒതൻറ്റിസിറ്റി, സർവീസ് ക്വാളിറ്റി, ഇതൊക്കെ മസ്റ്റായിട്ട് എൻഷുർ ചെയ്യണം. ഓക്കെ, ഓൺലൈൻ ട്രാൻസാക്ഷൻസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ ആക്ട് അതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ പുതിയ പുതിയ പ്രൊവിഷൻസ് കൊണ്ടുവന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സർവൈലൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഈ മൂന്നാമത്തെ ഇ കൊമേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019 കൊണ്ടുവന്നിട്ടുള്ള പ്രൊവിഷൻസ്. അടുത്ത ഒരു നാലാമത്തെ ഒരു കാര്യം, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയേഷൻ ഇൻവോൾവ് ചെയ്തു. അതായത് മീഡിയേഷൻ കൊണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂസ് പെട്ടെന്ന് നമ്മളിപ്പം കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയിട്ട് ഒരു പരാതിയൊക്കെ കൊടുക്കുകയാണ്, അതിന് ഒരുപാട് സമയം എടുക്കും അല്ലേ പൊതുവേ. അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത്തരത്തിൽ ഇപ്പം നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, നമുക്ക് പെട്ടെന്നൊരു റിപ്ലൈയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു എന്താ പറയുക കാര്യമോ നമുക്ക് സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മീഡിയേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ മീഡിയേഷൻ സെല്ല് ക്രിയേറ്റ് ചെയ്തു. മീഡിയേഷൻ ഇൻട്രൊഡ്യൂസ് ടു റിസോൾവ് ഡിസ്പ്യൂട്ട്സ് ഫാസ്റ്റർ വിത്തൗട്ട് ലിറ്റിഗേഷൻ, ഡിലേ ഒന്നുമില്ലാതെ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവർക്ക് മീഡിയേഷൻ വഴിയും മൂവ് ചെയ്യാവുന്നതാണ്. എ മീഡിയേഷൻ സെൽ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്തിൻ കൺസ്യൂമർ കമ്മീഷൻസ് ഹെൽപ്പിംഗ് ടു സെറ്റിൽ കേസസ് അമിക്കബ്ലി. മീഡിയേഷൻ സെൽ ഉണ്ടാവും, റെഡ്യൂസസ് ബർഡൻ ഓൺ കൺസ്യൂമർ കോർട്സ് മേക്കിംഗ് ഗ്രീവൻസസ് റിഡ്രസൽ കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ടൈം സേവിങ്. നമുക്ക് ടൈം സേവ് ചെയ്യാനും പെട്ടെന്ന് ഈ മീഡിയേഷൻ സെല്ലുകൾ മുഖാന്തരം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ കൂടുതലായിട്ട് സമയം അതിന് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മീഡിയേഷൻ സെല്ല് വഴി പരിഹരിക്കാവുന്നതാണ്. അത്തരത്തിലൊരു മീഡിയേഷൻ സെല്ലിനെയും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് പിന്നീട് ഈ ആക്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഒന്ന്, ഇ കൊമേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തു. CCPA കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയെ നിയമിച്ചു. പിന്നീട് മീഡിയേഷൻ സെല്ല് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതുപോലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് 2019 കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൂ പ്രൊപ്പൗണ്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് ടോട്ടൽ റെവല്യൂഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ ഈസിയാണ് ഓർത്തു വയ്ക്കാനും. ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് താഴെ പറയുന്നതിൽ ആരാണ്? JL നെഹ്റു, ഒറോബിന്ദോ ഘോഷ്, ജയപ്രകാശ് നാരായൺ, ബാൽ ഗംഗാധർ തിലക്. ഇതിൽ നിങ്ങൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പം, ജയപ്രകാശ് നാരായൺ അല്ലേ. എപ്പോഴാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് വളരെ ഫേമസ് ആവുന്നത് എമർജൻസി പീരീഡിലാണ് അല്ലേ. എന്താണ് അദ്ദേഹം ടോട്ടൽ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. Total revolution was a call for deep systematic changes in Indian society to combat corruption, oppression and inequality by engaging all sections of society. ആ ഒരു ടൈമിൽ, അതായത് നമ്മുടെ എമർജൻസിക്കൊക്കെ തൊട്ട് മുന്നിലുള്ള ഒരു പീരീഡിൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ വളരെയധികം കറപ്ഷനും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതിനെ മുഴുവൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ് ടോട്ടൽ റെവല്യൂഷന് വേണ്ടി. അതിലൂടെ അദ്ദേഹം എന്താണ് മീൻ ചെയ്തത്? സൊസൈറ്റിയിലുള്ള കറപ്ഷൻസിനെയും ഓപ്പറേഷനെയും ഇനീക്വാളിറ്റിയും ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റി എല്ലാ സെക്ഷൻസും ഒരുപോലെ ഇൻവോൾവ് ആയി ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നാണ് ടോട്ടൽ റെവല്യൂഷനിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തത്. അദ്ദേഹം 4 പ്രധാനപ്പെട്ടിട്ടുള്ള റിഫോംസിനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളത് ടോട്ടൽ റെവല്യൂഷനിലൂടെ. പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ റിഫോംസ്. പൊളിറ്റിക്കൽ ചേഞ്ചസ്, അതായത് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ റിഫോം ചെയ്തുകൊണ്ട് കറപ്ഷൻ ഇല്ലാതാക്കുക, അങ്ങനെ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ റിഫോംസിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. കറപ്ഷനെ ഇറാഡിക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തത് സോഷ്യൽ ഇക്വാലിറ്റി, സോഷ്യൽ റിഫോംസിന് വേണ്ടിയിട്ടുള്ളത്. അതായത് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് സൊസൈറ്റിയിലുള്ള ഡിസ്ക്രിമിനേഷൻസിനെ ഒക്കെ ഇല്ലാതാക്കി മാറ്റം കൊണ്ടുവരിക. ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക, സോഷ്യൽ ഹൈറാർക്കീസിനെ ഇല്ലാതാക്കുക. ഇതുപോലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ റിഫോംസിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. മൂന്നാമതായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ഇക്കണോമിക് റിഫോംസിന് വേണ്ടിയിട്ടാണ്. അതായത്
അന്നത്തെ കാലത്തുള്ള ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഭയങ്കര പോവേർട്ടി ആയിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷെ അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ അധികമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു വെൽത്ത് ഡിസ്ട്രിബ്യൂഷനും അല്ലെങ്കിൽ ഇൻകം ഈക്വാലിറ്റി കൊണ്ടുവരാനും പിന്നെ എന്താ പറയുക, പോവേർട്ടിക്കെതിരായിട്ട് ആൻറ്റി പോവേർട്ടി ക്യാമ്പയിൻസ് കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുക. അതിനനുസരിച്ചിട്ടുള്ള റിഫോംസ് ഉണ്ടാവുക, അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇക്കണോമിക് റിഫോംസ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നീട് എഡ്യൂക്കേഷണൽ റിഫോംസ്. അപ്പം എന്താ പറയുക, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മൊറാലിറ്റി, എത്തിക്സ്, വാല്യൂസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് പുതിയ ജനറേഷനെ, വളർന്നു വരുന്ന ആൾക്കാരെ കുറച്ചും കൂടി ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവരാക്കുക. സോഷ്യൽ ജസ്റ്റിസ്, മോറൽസ്, വാല്യൂസ് ഇതുപോലുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്ന് റിഫോം ചെയ്യുക. അപ്പം ഇത്തരത്തിൽ ഒരു എല്ലാ മേഖലകളിലും ഉള്ള ഒരു ചേഞ്ചിനെയാണ് ടോട്ടൽ റെവല്യൂഷൻ എന്നതുകൊണ്ട് അദ്ദേഹം മീൻ ചെയ്യുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് ടോട്ടൽ റെവല്യൂഷൻ. അതായത് ഒരു ആംഡ് ആയിട്ടുള്ള ബ്ലഡ് ഷെഡ് ആയിട്ടുള്ള ഒരു റെവല്യൂഷനെ അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ പേര് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. റെവല്യൂഷൻ ഇൻ ദ സെൻസ് അതായത് ആംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചെടുത്ത് അധികാരം പിടിച്ചെടുത്ത് ഇതൊന്നും അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ചേഞ്ചിനെ, അതായത് സൊസൈറ്റിയിലെ എല്ലാ സെക്ഷൻസിനെയും ഇൻവോൾവ് ചെയ്ത് വിത്തൗട്ട് കാസ്റ്റ്, വിത്തൗട്ട് ക്ലാസ്, വിത്തൗട്ട് ജെൻഡർ എല്ലാ സെക്ഷൻസിനെയും ഒരുപോലെ ഇൻവോൾവ് ചെയ്ത് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോടുകൂടി ഒരു സിസ്റ്റമിക് ചേഞ്ച്, അതായത് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് പ്രശ്നങ്ങളെയൊക്കെ ഫേസ് ചെയ്ത് അതിനെയൊക്കെ അഭിമുഖീകരിച്ച് അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു പുതിയ ഡെവലപ്മെൻറ്റിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ജയപ്രകാശ് നാരായണന്റെ കൺസെപ്റ്റാണ് ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. പീരീഡ് ഏകദേശം ഓർത്ത് വെക്കുക, അത് എമർജൻസി റിലേറ്റഡ് ആയിട്ട് 70s കൂടുതലായിട്ടും ഈ കൺസെപ്റ്റിന് വളരെയധികം പ്രോമിനൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ 10 ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇത്രയാണ് ഈ 10 ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാനുള്ളത്. സോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കൺസെപ്റ്റുകൾ ഓർത്ത് വെക്കുക, ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് പുസ്തകങ്ങളുടെ പേരുകൾ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. MPM പോലത്തെ കൺസെപ്റ്റുകൾ ആദ്യമായിട്ട് പഠിക്കുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് ഓർത്ത് വെക്കുക. പ്രധാനമായിട്ട് അവരുടെ പുസ്തകങ്ങളാണ് ചോദിക്കുന്നത് കോമൺ ആയിട്ട്. പിന്നെ ടോട്ടൽ റെവല്യൂഷൻ പോലെയുള്ള കൺസെപ്റ്റുകൾ, ഗ്രാംഷിയുടെ ഇൻ്റലക്ച്വൽസ് പോലെയുള്ള കൺസെപ്റ്റുകൾ, ഇതൊക്കെ ഓർത്ത് വെക്കുക, പഠിക്കുക. ഓക്കെ, സോ അടുത്തൊരു സെക്ഷനുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.